നമസ്കാരം. ആണവ മിസൈൽ തൊടുത്ത് റഷ്യ കത്തിച്ചു. യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അമേരിക്ക ഞെട്ടിവിറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അമേരിക്കയും നാറ്റോയുമല്ല ഇനി ഈ ലോകം മുഴുവനെതിരെ വന്നാലും അത് നേരിടുവാനുള്ള കരുത്തും ശേഷിയും തങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഉക്രൈനെതിരെ ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ പറ്റാത്ത ഹൈപ്പർസോണിക് മിസൈലായിട്ടുള്ള ഒറേഷ്നിക് പ്രയോഗിച്ചുകൊണ്ടാണ് റഷ്യ യുദ്ധം കടുപ്പിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നിരവധി വാർഹെഡുകളോ ആണവ പേലോഡുകളെ വഹിക്കാൻ ശേഷിയുള്ളതുമാണ് റഷ്യയുടെ ഈ ഒറേഷ്നിക് മിസൈൽ എന്ന് പറയപ്പെടുന്നത്. അതായത് ശബ്ദത്തെക്കാൾ 10 ഇരട്ടി വേഗതയിലുള്ള മിസൈലാണത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതി ലക്ഷ്യമാക്കി യുക്രൈൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിക്കുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയ്ക്കും മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്കും യൂറോപ്പിനുമുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ലോകക്രമം മാറ്റി എഴുതുവാൻ ശ്രമിക്കുന്ന അമേരിക്കയെയും ഉക്രൈനിലേക്ക് സൈനികരെ അയക്കാൻ തീരുമാനിച്ച നാറ്റോ രാജ്യങ്ങളെയും ശരിക്കും ഭയപ്പെടുത്തുന്ന മിസൈൽ പ്രയോഗമാണ് റഷ്യ നടത്തിയത് എന്നുള്ളതാണ്. ഇതേ സമയം തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കറിലെ റഷ്യൻ പൗരന്മാരെയും അമേരിക്ക മോചിപ്പിച്ചിരിക്കുന്നത് എന്നും മറന്നു പോകരുത്. അപ്പോൾ എത്രമാത്രം ഭയമാണ് ട്രംപിനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ കപ്പൽ എന്ന് പറയപ്പെടുന്ന റഷ്യയുടേതല്ലെങ്കിലും അതിലെ 2 ജീവനക്കാരെന്ന് പറയപ്പെടുന്ന റഷ്യൻ പൗരന്മാരായതിനാൽ ആ ജീവനക്കാരെ വിട്ടില്ല എങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ തന്നെ വിട്ടയച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സത്യത്തിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ യുക്രൈനിലേക്ക് ഒറേഷ്നിക് വിട്ടതോടെ അമേരിക്ക ഭയന്നു തുടങ്ങി. അതുകൊണ്ടാണ് മഡൂറയെ തട്ടിക്കൊണ്ടുപോയി ലോക പോലീസ് കളിച്ച അമേരിക്കയ്ക്ക് റഷ്യൻ അന്ത്യശാസനത്തിന് മുമ്പിൽ ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ റഷ്യൻ പൗരന്മാരെ പെട്ടെന്ന് തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് എന്ന് പറയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും കൂടുതൽ ആണവായുധവുമുള്ള രാജ്യവും റഷ്യ തന്നെയാണ്. അവരുടെ ആവനാഴിയിൽ ഇനിയും ലോകം കാണാത്ത നിരവധി ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നു മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഒറേഷ്നിക് എന്ന് പറയപ്പെടുന്ന മിസൈൽ. ഒറേഷ്നിക് മൊബൈൽ മീഡിയം റേഞ്ച് ഗ്രൗണ്ട് ബേസ്ഡ് മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത് അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ തന്നെ ഒരു ഉൽക്ക വീഴുന്ന എഫക്റ്റ് ആണ് അവിടെ സൃഷ്ടിക്കാൻ കഴിയുക. അതാണ് ഇപ്പോൾ യുക്രൈനിലും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതുവഴി ഒന്നിനും തങ്ങൾ മടിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ലോകക്രമം മാറ്റി എഴുതാൻ പുറപ്പെട്ട അമേരിക്കയ്ക്കും ലോക നേതാവാൻ ശ്രമിക്കുന്ന ട്രംപിനും റഷ്യ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒറേഷ്നിക് ഉൾപ്പെടെ ഉയർന്ന കൃത്യതയുള്ള ദീർഘദൂര കരനാവിക ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈനിൽ ആക്രമണം നടത്തിയെന്ന് റഷ്യൻ പ്രതിരോധ സേനയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ആഘാതം എത്രമാത്രമാണ് എന്നത് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും വൻ നാശം ഉക്രൈനിൽ സൃഷ്ടിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. നാറ്റോ അതിർത്തിയും തകർന്ന് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഉക്രൈന്റെ ഏത് മേഖലയിലാണ് ഒറേഷ്നിക് മിസൈൽ പതിച്ചത് എന്ന് അല്ലെങ്കിൽ പരീക്ഷിച്ചത് എന്ന് റഷ്യ ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല. ഇതിനു മുൻപ് 2024 നവംബറിൽ റഷ്യ ഈ ഒറേഷ്നിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നുവെങ്കിലും അതൊരു വലിയ ആക്രമണമായിരുന്നില്ല. അന്നത്തേതിനും ഇപ്പോഴത്തെ ആക്രമണത്തിനും ഇടയിൽ നിർണായകമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. മുൻ ആക്രമണം മധ്യ ഉക്രൈനിലെ ഡിനിപ്രോ നഗരത്തിലെ ഒരു എയറോസ്പേസ് ഫാക്ടറിയെ ലക്ഷ്യമിട്ടതായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ ആക്രമണം എന്ന് പറയപ്പെടുന്ന നാറ്റോ അംഗമായിട്ടുള്ള പോളണ്ടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ലിവിലാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റത്തിലെ സന്ദേശം അത് ആരെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ്. ഇത് തന്നെയാണ് അമേരിക്കൻ ചേരിയെയും ഭയപ്പെടുത്തുന്നത്, ഒപ്പം ട്രംപിനെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയും നാറ്റോയും അവരുടെ ചേരിയുടെ ബലത്തിൽ അഹങ്കരിക്കുമ്പോൾ ബദൽ സൈനിക ചേരി സൃഷ്ടിക്കാനാണ് റഷ്യ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ തന്നെ ഉത്തര കൊറിയയുണ്ട്. ഇറാനും ഈ സൈനിക ചേരിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണി അതിരുവിട്ട സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ഈ ചേരിയിൽ കണ്ണികളാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ തന്നെ ഈ രാജ്യങ്ങളെല്ലാം ഉൾപ്പെട്ട ബ്രിക്സ് കൂട്ടായ്മ അതിശക്തമായിട്ടുള്ള സാമ്പത്തിക ശക്തിയായിട്ട് മാറുകയാണ്. അതൊരു സൈനിക ചേരിയായി മാറണമെന്നതാണ് ഇപ്പോൾ റഷ്യ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റ് അംഗരാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന നടപടിയായും റഷ്യയുടെ പുതിയ ആക്രമണത്തെ നമുക്ക് വിലയിരുത്തപ്പെടാം. കാരണം അത്തരത്തിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് റഷ്യ മാറിയിരിക്കുന്നു. റഷ്യ അമേരിക്കയെ ഭയപ്പെടുന്നില്ല, മറ്റ് ലോകരാജ്യങ്ങളെ ഭയപ്പെടുന്നില്ല. ഏത് തരത്തിലാണെങ്കിലും
ഒറേഷ്നിക് പോലുള്ള മിസൈലുകൾ ഉപയോഗിക്കുക എന്ന് പറയപ്പെടുന്നത് അതൊരു സൂചനയാണ് എന്നുള്ളതാണ്. നടക്കാൻ പോകുന്ന വലിയ മഹായുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചന. ഈ ഒറേഷ്നിക്കിന്റെ ഒരു മാരകത എന്ന് പറയപ്പെടുന്നത് റഷ്യൻ ഭാഷയിൽ ഹാസൽനട്ട് എന്നർത്ഥം വരുന്ന ഒറേഷ്നിക് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അഭിപ്രായത്തിൽ ഇതിന് ശബ്ദത്തിന്റെ വേഗതയുടെ ഏകദേശം മാക് 10 മടങ്ങ് വേഗത കൈവരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ആയുധത്തെ പ്രതിരോധിക്കാൻ ഒരു മാർഗവുമില്ല എന്നുള്ളതാണ്. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും യൂറോപ്പിലെ അമേരിക്ക സംവിധാനങ്ങൾക്കുമൊക്കെ അത്തരം മിസൈലുകളെ തടയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത് അസാധ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാനോ ചെറുക്കുവാനോ കഴിയില്ല. അത് വന്നു വീഴുക, പൊട്ടുക എന്നത് മാത്രമാണ്. അപ്പോൾ ഒറേഷ്നിക് എന്ന് പറയപ്പെടുന്ന റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലിന്റെ ഒരു വകഭേദമാണ്. ഏകദേശം 26 മുതൽ 40 ടൺ ഭാരമുള്ള ഖര ഇന്ധന മിസൈലാണ് ഇത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് തൊടുത്തുവിടുന്ന കോണിനെ ആശ്രയിച്ച് ഏകദേശം 3400 മൈലിൽ കൂടുതൽ സഞ്ചരിക്കുവാൻ ഇതിന് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചെയ്താൽ അതൊരു റെക്കോർഡ് പോലെയാണ്. എന്നാൽ 3400 മൈൽ താഴെ ദൂരമുള്ള യാത്രകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഞ്ചാര പഥത്തിലേക്ക് ഇതിനെ എത്തിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ തകർച്ചകൾ നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ റഷ്യയുടെ അതിർത്തിക്ക് അടുത്തുള്ള കിഴക്കൻ ബെലാറസിൽ റഷ്യ തങ്ങളുടെ പുതിയ ആണവശേഷിയുള്ള ഒറേഷ്നിക് മിസൈൽ സ്ഥാപിച്ചിരിക്കാമെന്ന് അമേരിക്കൻ ഗവേഷകർ അടക്കം വിശ്വസിക്കുന്ന ഒരു ഉപഗ്രഹ ചിത്രമടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പ്ലാനറ്റ് ലാബ്സ്, റോയിട്ടേഴ്സ് ഒക്കെ തന്നെ ഒരു ചെറിയ ഡെറിവേറ്റീവായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റുബേഷിന് ഒന്നിലധികം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യുവാന്ന റീ എൻട്രി വെഹിക്കിൾ കോൺഫിഗറേഷൻസ് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിന്റെ പ്രതിരോധ വിദഗ്ധരാണ് ഇതുമായിട്ടുള്ള സംഭാഷണങ്ങൾ അനുവർത്തിക്കുക. അത്തരത്തിലുള്ള ഒരു ആയുധത്തെക്കുറിച്ച് വലിയ സംഭാഷണം നടക്കേണ്ടിയിരിക്കുന്നു, വലിയ ചർച്ചകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത് ഒറേഷ്നിക്കിന്റെ പുതിയ സവിശേഷത വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കുവാൻ കഴിവുള്ള ഒന്നിലധികം വാർ ഹെഡുകൾ വഹിക്കാൻ ഇതിന് കഴിയുമെന്നുള്ളതാണ്. ഇത് സാധാരണയായിട്ട് ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റഷ്യ പോലൊരു രാജ്യം ആണവ മിസൈൽ തൊടുത്തു കഴിയുമ്പോൾ റഷ്യ ഉക്രൈനെയാണ് കത്തിച്ചതെങ്കിലും അല്ലെങ്കിൽ പോളണ്ട് തീരപ്രദേശങ്ങളാണ് കത്തിയതെങ്കിലും അത് അമേരിക്കയ്ക്ക് നൽകുന്ന സൂചനയാണ്. ഒരു നിമിഷം കൊണ്ട് അമേരിക്കയെ കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയുമെന്നുള്ള മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഞെട്ടിവിറച്ചിരിക്കുന്നതും ആ ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതായിരിക്കുന്നത്.